പുതിയ വഴികളും അനുഭവങ്ങളും മനസ്സിന് ഉന്മേഷം നൽകാറുണ്ട്, അഭിമാനവും. എന്നാൽ പുതുമ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാറില്ല. അത് വന്നു ചേരുകയാണ് ശാന്തമായ മനസ്സിലേക്ക്. പുതിയ വഴികളും അനുഭവങ്ങളും മനസ്സിന് ഉന്മേഷം നൽകാറുണ്ട്. സഞ്ചരിക്കുന്ന ഒരു വഴി മാറിയിട്ട് പുതിയ വഴി കൂടെ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി പുതുമ തോന്നിയല്ലേ? എല്ലാം പുതുമയാണല്ലോ. ഓക്കെ, അപ്പൊ അത് പുതുമയാണല്ലോ. പുതിയ വഴികള്, അനുഭവങ്ങളും പുതിയതായിരിക്കണം, ഇല്ലേ? നമ്മളൊരു പുതിയ ആളിനെ കണ്ട് അവര് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുതിയ ഒരാളുമായിട്ട് പരിചയപ്പെടുന്നു. ആളുമായിട്ട് യാതൊരു പരിചയം നേരത്തെ ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ NLP പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വിൻ സിറ്റുവേഷനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. കൂടുതൽ ആൾക്കാരായിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പം നമ്മൾ തന്നെ കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആകും, ഡെവലപ്ഡ് ആകും. ഈ ലോകം, നമ്മുടെ ലോകം വലുതാകും. ഇല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളുമായിട്ടുള്ള ലോകത്തിലിരിക്കും. പുതിയ വഴികളും അനുഭവങ്ങളും മനസ്സിന് ഉന്മേഷം നൽകാറുണ്ട്, അഭിമാനവും. നമുക്ക് അതിനകത്തൊരു അഭിമാനം, അങ്ങനെയാണ് നമ്മുടെ ഗെറ്റ് പ്രൗഡ് ഓഫ് ദാറ്റ്. എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റി, കൂടുതൽ അറിയാൻ പറ്റി, പുതുമകൾ കണ്ടു കഴിയുമ്പം അങ്ങനെയുള്ള ഫീലിംഗ് അതിലേക്ക് വരില്ലേ? നമ്മളെന്തോ ഒന്ന്, അതാണ് വിൻ സിറ്റുവേഷൻ. നമ്മൾ ഒത്തിരി കുറെ ജയിച്ചു, കുറെ കിട്ടി എന്നുള്ളതാണ് എടുത്തതാണ് അഭിമാനവും. ഇനി അടുത്തത്, എന്നാൽ പുതുമ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാറില്ല. പുതുമകൾ കിട്ടണം എന്ന് വിചാരിക്കുന്നവർക്ക് അത് കിട്ടാറില്ല. സാധാരണ എനിക്കും കിട്ടാറില്ല. ശരിയാണ് പറയണേല്, എനിക്ക് മനസ്സിലാവുന്നു. ആഗ്രഹിച്ച് നടന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാരെന്നാണ് പറഞ്ഞത്. ഉന്മേഷം നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ഉണ്ടായത് ഇപ്പൊ ഇതില് വന്നത് പിന്നെ തന്നെയാണ്. ഇങ്ങനെയുള്ള കൗൺസിലിങ്ങിന് ഇങ്ങനെയുള്ള ഒരു എല്ലാം കൊണ്ടും ഇപ്പൊ നമ്മൾക്കും പേഴ്സണലിയും ഒക്കെ വല്ലാത്തൊരു ആശ്വാസമാണ്. ഭയങ്കര റിലാക്സ്ഡ് ആണ് ഇത് ഇവിടെ വന്നപ്പോ തന്നെ. തുടങ്ങിയിട്ടുള്ളൂ ഞാൻ. വന്നപ്പോ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ശരി, എന്റെ കാര്യമാണ് തോന്നുന്നത്. അത് വന്നു ചേരുകയാണ് ശാന്തമായ മനസ്സിലേക്ക്.